കോൺഗ്രസ് ലക്ഷ്യ 2026 100 സീറ്റുകളാണ് അവകാശപ്പെടുന്നത്. മിഷൻ 110 LDF അവർക്ക് തൊട്ട് പിന്നാലെ തന്നെ രംഗത്തുണ്ട്. ഒരുപക്ഷെ പിന്നാലെ നമുക്ക് പറയാൻ കഴിയില്ല, മുൻപന്തിയിലേക്ക് വരും ദിവസങ്ങളിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. BJPയുടെ വളർച്ച, അത് BJPയുടെ അപ്രമാദിത്വം കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് നേരിട്ട് കണ്ട് ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടം അല്ലെങ്കിൽ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ടോ? ത്രികോണ പോരാട്ടം നഗര മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവും എന്നത് നിശ്ചയമാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഒരു പാൻ കേരള പാർട്ടി ആണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ കൂടുതൽ ആഴത്തിൽ വേരോട്ടമുള്ളത് നഗരമേഖലയിലാണ്. പ്രത്യേകിച്ച് അർബൻ മെട്രോപൊളിറ്റൻ മേഖല, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് BJP എത്തിയിരിക്കുന്നു. എറണാകുളത്ത് സ്ഥിതി ഇമ്പ്രൂവ് ചെയ്തു. കൊല്ലം വലിയ സാധ്യതയില്ലാഞ്ഞ കൊല്ലത്ത് പോലും 11 ഡിവിഷനുകൾ കൊല്ലം കോർപ്പറേഷൻ BJP പിടിച്ചു. 14 ഡിവിഷനുകളാണ് കോഴിക്കോട് കോർപ്പറേഷൻ BJPക്ക് നേടാനായത്. അപ്പോൾ മെട്രോപൊളിറ്റൻ മേഖലകളിൽ പിടിമുറുക്കുകയും അതേസമയം സമാനമായൊരു മേൽക്കൈ ഗ്രാമപ്രദേശത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ A ക്ലാസ് മണ്ഡലങ്ങൾ പ്രസക്തമായി വരുന്നു. ചില B ക്ലാസ് സിറ്റീസ് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. ചെങ്ങന്നൂർ നഗരസഭ, അതിന് ചുറ്റുമുള്ള 5 പഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലാണിപ്പോൾ. ആകെയുള്ള 10-25 പഞ്ചായത്തുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ LDFൽ നിന്നും BJP പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന 3 നിയമസഭാ മണ്ഡലങ്ങൾ നമുക്കറിയാം. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ നിയമം അക്ഷരാർത്ഥത്തിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറും. അവിടുത്തെ മത്സരം അത്രത്തിൽ തീപാറും എന്നുള്ള കാര്യത്തിൽ വോട്ട് തിരിക്കൽ നടന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് UDFനോ LDFനോ ഒരു ദുർബല സ്ഥാനാർത്ഥി ഉണ്ടായില്ല എങ്കിൽ BJPക്ക് മേൽക്കൈയുള്ള മണ്ഡലമാണ് നിയമം. അതുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ വളരെ മുൻകൂട്ടി തന്നെ മത്സരിക്കുമെന്ന തീരുമാനം പരസ്യമായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവ് സമാനമായ രീതിയിലാണ് പൊടിപാറുന്ന പോരാട്ടം. ഒരുപക്ഷെ നിയമത്തേക്കാൾ കണ്ണുകൾ സംസ്ഥാനത്തെ കണ്ണുകൾ ഉടക്കുന്ന വട്ടിയൂർക്കാവിലാവാം. അവിടെ K മുരളീധരൻ മത്സരരംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സ്ഥിതി മാറും. VK പ്രശാന്ത് മത്സരരംഗത്ത് തുടരാനാണോ സാധ്യത? BJPയിലാണെങ്കിൽ ശ്രീലേഖയുടെയും സുരേന്ദ്രന്റെയും കൃഷ്ണകുമാറിന്റെയും അങ്ങനെ ഒത്തിരി പേരുടെ പേര് ഉയർന്നു കേൾക്കുകയാണ്. 3 പേരുകൾ, ഇതേ 3 പേരുകളാണ്. ശ്രീലേഖ ഒരുപക്ഷെ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് അവസാനമായി പറയുന്നു. ചെറിയ പരിഭവത്തിലാണ് കക്ഷി എന്നാണ് മനസ്സിലാക്കുന്നത്. K സുരേന്ദ്രന് മത്സരിക്കാൻ മഞ്ചേശ്വരം സുരക്ഷിത സീറ്റാണ് തത്വത്തിൽ. പക്ഷേ അവിടെ N ബ്ലോക്ക് LDF UDFന് വോട്ട് മറിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ വിൽ സ്റ്റാൻഡ് നോ ചാൻസ് ഇൻ മഞ്ചേശ്വരം. അവിടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ UDF സ്ഥാനാർത്ഥി ചർക്കൽ അബ്ദുള്ള എങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം മറ്റാരെങ്കിലും അനുകൂലമായി വന്നാൽ അവിടെ സുരേന്ദ്രൻ വീക്കാണ്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഷുവർ സീറ്റുകളാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും. ഒരുപക്ഷെ V മുരളീധരൻ കഴക്കൂട്ടത്തെ സാമാന്യം സുരക്ഷിതനാണ്. അങ്ങനെയെങ്കിൽ തത്തുല്യമായ സുരക്ഷിത സ്ഥാനം അതേ തലയെടുപ്പുള്ള K സുരേന്ദ്രൻ എന്തുകൊണ്ടാവില്ല? അതുകൊണ്ട് സ്വാഭാവികമായി സുരേന്ദ്രൻ വട്ടിയൂർക്കാവിന് വേണ്ടി പിടിമുറുക്കാൻ സാധ്യത ഉണ്ട്. ശ്രീലേഖയേക്കാൾ ഒരുപക്ഷെ സാധ്യത സുരേന്ദ്രൻ തന്നെ ആവാം. കൃഷ്ണകുമാർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ചതാണ്. തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ സെക്രട്ടേറിയറ്റും പാളയമൊക്കെ ഇരിക്കുന്ന ആ ഒരു മേഖല, അവിടേക്ക് ഒരുപക്ഷെ കൃഷ്ണകുമാറിനെ വീണ്ടും നിയോഗിക്കുകയും അല്ല എങ്കിൽ BJPക്ക് കാര്യമായ വിജയ സാധ്യത ഇല്ലാത്ത നഗരമണ്ഡലമാണ് തിരുവനന്തപുരം വെസ്റ്റ് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരഹൃദയം എന്ന് പറയുന്നത്. അവിടെയും ഒരുപക്ഷെ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അവിടെ തിരുവനന്തപുരത്ത് 4-5 സീറ്റിൽ വട്ടിയൂർക്കാവിനും തെക്കുള്ള പ്രദേശത്ത് കാട്ടാക്കട സീറ്റ്, പിന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നിയമസഭാ സെഗ്മെൻറ്റുകൾ വലിയ സാധ്യതയാണ് BJP കാണുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയാണ് BJPക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള 4-5 MLA തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച V ശിവൻകുട്ടി ഇത്തവണയും നേമത്ത് മത്സര രംഗത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി. ശിവൻകുട്ടിയുടെ മനസ്സിൽ ചില ചാഞ്ചാട്ടങ്ങൾ സംഭവിച്ചു. പക്ഷെ നൈമിഷികമായ ചില ചാഞ്ചാട്ടങ്ങളെ പാർട്ടി ഇടപെട്ട് തിരിച്ചു പിടിക്കുന്നു. താൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന സൂചന നൽകി അടുത്ത ശ്വാസത്തിൽ ഇല്ല ഞാൻ തന്നെ ഉണ്ടാവും എന്ന് തിരുത്തി പറയുന്ന രീതിയിലേക്ക് ശിവൻകുട്ടി മാറി. ശിവൻകുട്ടി എപ്പോഴും ശിവതാണ്ഡവം ആടാൻ മിടുക്കനാണ്. നമ്മൾ നിയമസഭയുടെ ഫ്ലോറിൽ തന്നെ പലപ്പോഴും കണ്ടതുമാണ്. അതുകൊണ്ട് കളം മാറി ചവിട്ടാനൊക്കെ വിദഗ്ധനായ ആളാണ് ശിവൻകുട്ടി. പക്ഷേ പാർട്ടി ലൈൻ എന്നത് ശിവൻകുട്ടിക്ക്, പക്ഷേ ശിവൻകുട്ടിക്ക് മാത്രം നേടാനാവുന്ന ചില വോട്ടുകൾ ഉണ്ടാവാം. ആ തലയെടുപ്പും എല്ലാം തന്നെ വളരെ പ്രധാനമാണ്. ശിവൻകുട്ടിയോട് ആർക്കും അധികം വിരോധം ഉണ്ടാകാനുള്ള സാധ്യത ഒരു കോമിക് വാല്യൂ ഉൾപ്പെടെയുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും സ്ഥാനാർത്ഥിത്വം ശിവൻകുട്ടിയിലേക്ക് വന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ, ശിവൻകുട്ടി ആൻഡ് കുമ്മനം രാജശേഖരൻ അങ്ങനെ വന്നതുകൊണ്ടാണ്
കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യം അതുപോലൊരു മത്സരം ഇല്ല എങ്കിൽ ഒരുപക്ഷെ BJPക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. LDF നാളിതുവരെ സമ്മതിച്ചിട്ടില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന്. തോറ്റു എന്ന് പോലും സമ്മതിക്കാത്ത ഒരു മുന്നണി എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം? തങ്ങൾ തന്നെയാണ് 14 ജില്ലകളിൽ 7 ജില്ലകളിലും തങ്ങൾ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ജയിച്ചത്. അതുകൊണ്ട് പകുതിയോളം തങ്ങൾ ജയിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPM ആണ്, ഏറ്റവും വലിയ ഒറ്റ മുന്നണി LDF ആണ് എന്ന് പറയുന്നു. സാങ്കേതികമായി കറക്റ്റാണ്. BJPക്ക് ലഭിച്ചതിനേക്കാൾ പെർസെൻറ്റേജ് വോട്ട്സ് കൂടുതൽ ലഭിച്ചത് LDFന് തന്നെയാണ്. സീറ്റുകളുടെ എണ്ണത്തിൽ BJPക്ക് 50ഉം LDFന് 29ഉം. അപ്പോൾ ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് ഇത് പരാജയമൊന്നുമല്ല, തങ്ങളുടെ വോട്ട് ഷെയർ നിലനിർത്താൻ LDFന് കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇത് അണികളുടെ ആത്മവിശ്വാസം ഉയർത്തി നിർത്താൻ. അതേസമയം അകത്തളങ്ങളിൽ ഉന്നത നേതൃത്വ തലത്തിൽ വീണ്ടും വിചാരമുണ്ട്. ചില കാര്യങ്ങളിൽ ശബരിമല വിഷയം ഉൾപ്പെടെ പാളിച്ചകൾ പറ്റി എന്ന ഒരു ചിന്ത പ്രബലമാണ്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അതൊന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പത്മകുമാർ ഇതുവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ആയിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പരിശോധിച്ച് വളരെ ക്വിക്കായി കോൺഗ്രസ് നടപടിയെടുത്തു. എന്തുകൊണ്ട് CPMന് അതുപോലെ ക്വിക്കായി നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന ന്യായമായ ചോദ്യമുണ്ട്. അത് അണികൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രതിരോധത്തിലുള്ളത് LDF ആണ്. അതുകൊണ്ടാണ് ബദലുകൾ തേടിയുള്ള പോൾ നറേറ്റീവ് ശബരിമലയിൽ നിന്നും എന്തു വില കൊടുത്തും മാറ്റേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിലുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ആവില്ല. ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാം. ഫുൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് വരുമ്പോൾ അവിടെ ചില ക്ഷേമ പദ്ധതികളിലൂടെ തൽക്കാലത്തേക്ക് ജനഹൃദയങ്ങൾ കവരാൻ കഴിയും. അതാണ് ഇൻകംബൻസി അഡ്വാൻറ്റേജ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഭരണവിരുദ്ധതയെ മറികടക്കാൻ ഇൻകംബൻസി അഡ്വാൻറ്റേജ് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി നമ്മൾ കണ്ടതാണ്. ലാഡ്കി ബഹൻ പദ്ധതിയിലൂടെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും എല്ലാം തന്നെ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഇൻകംബൻസിയുടെ അഡ്വാൻറ്റേജാണ്. ആ ടേസ്റ്റ് കേരളത്തിലേക്കും വ്യാപിക്കുന്നുണ്ട്. അത് തീർച്ചയായും LDFന് ഗുണകരമായി വരാം. പക്ഷേ കേവലം 100 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കേണ്ട തിരഞ്ഞെടുപ്പ്, ഏതാണ്ട് 100-120 ദിവസത്തിനുള്ളിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ വളരെ ഫ്രഷായി ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങൾ നിലനിന്നാൽ എത്ര ഇൻകംബൻസി അഡ്വാൻറ്റേജിനെയും നള്ളിഫൈ ചെയ്യാൻ രീതിയിലുള്ള ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.